കൊയിലാണ്ടി നെല്ലിയാടിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. പി.വി. ജോഷില വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആര്യ, ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോടുകൂടിയാണ് നവജാത ശിശുവിൻ്റെ മൃതദേഹം ഞാൻ നിൽക്കുന്നത് നെല്ലിയാടി പുഴയുടെ തീരത്താണ്. നെല്ലിയാടി പുഴയിൽ കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 1 മണി 1:30 മത്സ്യത്തൊഴിലാളികൾ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയും നാട്ടുകാരെ വിവരമറിയിക്കുകയും അങ്ങനെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസും അഗ്നിരക്ഷാ സേനയും ഒക്കെ എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ അമലുണ്ട്. അമലാണ് ആ തോണിയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളി നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. അവരോട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. അമൽ, എങ്ങനെയാണ് ഏത് അവസ്ഥയിലാണ് കണ്ടെത്തിയത്? ഒരു ഭാഗ്യമായിട്ട് പൊതിഞ്ഞ നിലയിൽ ആയിരുന്നു മൃതദേഹം ഉള്ളത്. ഒരു സംശയം കൊണ്ട് നോക്കിയതാണ്. അങ്ങനെ പിന്നെ ആ പരിസരത്തുള്ളൊരു സമീപവാസിനെ ബന്ധപ്പെട്ട് കൺഫേം ചെയ്യുമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എല്ലാവരും വന്ന് പിന്നെ അവരും കൺഫേം ചെയ്ത് പിന്നെ പോലീസുകാരും. മൃതദേഹത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ജീർണിച്ച നിലയിലായിരുന്നോ? ഒരു ജീർണാവസ്ഥയിലായിരുന്നു മൃതദേഹം ഉള്ളത്. ഒരു തുണിയിൽ പൊതിഞ്ഞ വെള്ള തുണിയിലാണോ അതോ മറ്റൊരു ചുവന്ന ഒരു തുണിയായിരുന്നു. പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി? പോലീസ് അപ്പം തന്നെ സ്ഥലത്തെത്തി. മറ്റ് പോലീസിൽ വിവരങ്ങൾ കൈമാറുക അങ്ങനെയൊക്കെ? അപ്പോൾ അവർ സ്റ്റേഷനിലേക്ക് സ്റ്റേറ്റ്മെൻറ്റിന് വിളിപ്പിച്ചു. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുഖമൊക്കെ വ്യക്തമായിരുന്നു കുട്ടിയുടെ? വ്യക്തമായിരുന്നു. ഏകദേശം എത്ര ദിവസം ഇത് ജനിച്ചിട്ട് എത്ര ദിവസമായി എന്ന് തോന്നിയിട്ടുണ്ട്? എന്തായാലും ഒരു ദിവസത്തിലധികം ആയിട്ടില്ല. പൊക്കിൾക്കൊടിയോടെ ആയിരുന്നു. അതെ, പൊക്കിൾക്കൊടി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ആര്യ, ഇത്തരത്തിൽ ജീർണിച്ച നിലയിലല്ല എന്നുള്ളതാണ്. നിലയിൽ ഏകദേശം ഒരു ദിവസത്തെ ഒരു പഴക്കം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അമൽ കൈമാറിയിരിക്കുന്ന വിവരം. എന്തായാലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല, ഒരു ചുവന്ന ഷോളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. അങ്ങനെ ഒരു മത്സ്യം ഭക്ഷിച്ചതായോ കുട്ടിയുടെ ശരീരത്തിൽ മറ്റ് പോറലുകളൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് കണ്ട ആളുകൾ പറയുന്നത്. നമ്മുടെ കൂടെ ഈ ശരീരം കണ്ട കുട്ടിയുടെ മൃതദേഹം കണ്ട ആൾ സിജീഷ് ഉണ്ട്. സിജീഷ്, എന്താണ് പറയുന്നത്? നമ്മൾ ഇന്നലെ രാത്രി ഇവൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടാണ് നമ്മൾ അവിടെ പോയത്. അപ്പോൾ കമന്ന് കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉള്ളത്. വലിയ പഴക്കമില്ല, എന്നാലും വെള്ളത്തിലുള്ള ഒരു മൃതദേഹം സാധാരണ മത്സ്യങ്ങൾ ഭക്ഷിക്കും. ആ രീതിയിലും ഒരു കാലപ്പഴക്കമില്ല. അങ്ങനെ ഫയർഫോഴ്സ്, ഞങ്ങളവിടെ തന്നെ പോലീസ് അവിടെ ഉണ്ട്. ഫയർഫോഴ്സ് വന്നു എടുത്തു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇതൊരു ദുരഭിമാനമായി ബന്ധപ്പെട്ട ഇതാണ്. പൊക്കിൾക്കൊടിക്ക് പോലും അതിൻ്റെ ബന്ധം പോലും വേർപെട്ടിട്ടില്ല. ഒരു ആശുപത്രി കേസല്ലാതെ വീടുകളിൽ നിന്ന് എന്തൊരു ഇത് സംഭവിച്ചതിൻ്റെ ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നൊരു ബോധ്യം. അശാസ്ത്രീയമായിരുന്നു പൊക്കിൾക്കൊടി മുറിച്ചത്? പൊക്കിൾക്കൊടി പിന്നെ ശരീരത്തിലൂടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അത് പിന്നെ കട്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഇതാണ് ആര്യ. എന്തായാലും ഒരു ദുരൂഹത ഈ മരണത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്കും സംശയം. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ആര്യ, ശരി. പി.വി. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.